ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിൽ ഇന്നറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായ ശില്പിയാണ് മൈക്കലാഞ്ചലോ. മാർബിളിലാണ് അദ്ദേഹത്തിൻ്റെ കലാവൈഭവം ഏറ്റവും കൂടുതലായി കാണാൻ കഴിയുന്നത്. ഇദ്ദേഹം പണിയാൻ ഉദ്ദേശിക്കുന്ന മാർബിൾ ശില അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് പതിവ്. ഇറ്റലിയിലെ മാർബിൾ മലകളിൽ ഇദ്ദേഹം തന്നെ നേരിട്ട് ചെന്ന് ജോലിക്കാരുടെ സഹായത്തോടെ മാർബിൾ തിരഞ്ഞെടുക്കും. ഭാരമുള്ള മാർബിൾ അദ്ദേഹം പറയുന്ന വലിപ്പത്തിൽ വെട്ടിയെടുത്ത് അദ്ദേഹത്തിൻ്റെ പണിശാലയിലെത്തിക്കും. അദ്ദേഹം എപ്പോഴും പറയും, ഈ ശിലയിൽ ഞാനൊരു മാലാഹയെ കാണും, ആ മാലാഹയെ ഞാൻ പുറത്തെടുക്കുന്നു എന്ന് മാത്രം. മോസസ് എന്ന പ്രതിമ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ അതിന് ജീവൻ ഉണ്ടെന്ന് തോന്നി. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, മോസസ്. അദ്ദേഹത്തിൻ്റെ ഇന്നറിയപ്പെടുന്ന പ്രതിമകൾ ദാവീദ് കവണി കൊണ്ട് കല്ലെറിയുന്നതും പരിശുദ്ധാമ്മ ക്രൂശിതനായ ക്രിസ്തുവിനെ മടിയിൽ കിടത്തിയിരിക്കുന്ന പിയാത്തെ എന്ന പ്രതിമയുമാണ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസുകളാണ്. മാസ്റ്റർ ഇല്ലാകുന്നിടത്ത് മാസ്റ്റർ പീസുകൾ രൂപം കൊള്ളും. കയ്യൊപ്പ് നിർമ്മിതിയുടെ ചുവട്ടിൽ പതിക്കുന്ന വിരൽ അടയാളമല്ല, നിർമ്മിതി തന്നെയാണ് ആ കയ്യൊപ്പ്. തനത് മുദ്രയും മികവും ഉള്ളവർക്ക് അവസാനം പേരെഴുതി സാക്ഷ്യം പറയേണ്ടി വരില്ല. തനത് മികവുള്ളവൻ പ്രയത്നം കൊണ്ടും പ്രത്യേകത കൊണ്ടും പേരിനപ്പുറം പ്രശസ്തരാകും. സംവിധായകനേക്കാൾ സിനിമയും എഴുത്തുകാരനേക്കാൾ നോവലും ശില്പിയേക്കാൾ ശില്പവും പ്രശസ്തമാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കഴിവുകൊണ്ടും കഠിന പ്രയത്നം കൊണ്ടും അത്ഭുതം സൃഷ്ടിക്കുന്ന സാധാരണക്കാർ ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ ഉത്കൃഷ്ട സൃഷ്ടികൾക്ക് പിറകിലും ആരും തിരിച്ചറിയാത്ത മൗനവും മനനവും പ്രയത്നവും ഉണ്ടാകും. പ്രതിഭകളെ കാണുമ്പോൾ അവരുടെ കിരീടത്തെക്കുറിച്ച് മാത്രമല്ല, പാതകങ്ങളെക്കുറിച്ച് കൂടി ചോദിക്കണം. വിജയഘോഷങ്ങളെക്കുറിച്ചുള്ള മാത്രമല്ല, പരാജയ നിമിഷങ്ങളിലെ കണ്ണീരിനെ കുറിച്ചുകൂടി അറിയണം. ആരും ഒരു രാത്രി കൊണ്ട് ശ്രേഷ്ഠരാകുന്നില്ല. എല്ലാവർക്കും തങ്ങൾ സഞ്ചരിച്ച സമാനതകളില്ലാത്ത സങ്കടങ്ങളെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചും പറയാനുണ്ടാകും.